ഇന്നത്തെ വചനം നമുക്കറിയാവുന്ന വചനമാണ്, പക്ഷെ അറിയാവുന്ന വ്യാഖ്യാനമല്ല. അത് നടപടി പുസ്തകത്തിൻ്റെ 2:38 വായിക്കാം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എന്തൊക്കെ ഉണ്ട്? അത് പരിശുദ്ധാത്മ ദാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കണം. എന്തൊക്കെയാണെന്ന് അറിയാവോ? അത് ഐസയാ 11:2 എടുത്തേ. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്. ആത്മാവിന്റെ ദാനങ്ങൾ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ്? 1 കൊരിന്ത്യർ 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. അപ്പൊ വിവേകം, ജ്ഞാനം, വിശ്വാസം, പിന്നെന്താണ്? ദൈവശക്തി. ഇതെല്ലാം ആത്മാവിന്റെ ദാനങ്ങളാണ്. അതാണ് പത്രോസ് പറയണത്, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. വിവേകം, ജ്ഞാനം, വിശ്വാസം, ദൈവഭയം മുതലായ ദാനങ്ങൾ. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഈ വചനങ്ങൾ കേട്ടിട്ട് ലഭ്യമാകുന്ന സാഹചര്യങ്ങളെ ജ്ഞാനസ്ഥാനം നേടിക്കൊണ്ട് ആത്മാവിൻ്റെ ദാനങ്ങൾ ഭക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറ്റം നടത്തുക. പ്രൈസ് ദി ലോർഡ്.